സന്തോഷ് വർക്കി എന്ന ആറാട്ടനെ ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. അത് എന്റെ പറ്റി പറയുന്ന പോയിന്റുകൾ മാത്രം ഗണിച്ചല്ല, എല്ലാ പോയിന്റുകളെയും സംബന്ധിച്ചാണ്. കാരണം ലാലേട്ടനെ പറ്റിയും മമ്മൂക്കനെ പറ്റിയും ദിലീപേട്ടനെ പറ്റിയും സകലമാന സിനിമാ നടന്മാരെ പറ്റിയും മോശമായിട്ട് ഈ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെതിരെ ഒരു ഫാൻസും രംഗത്തിറങ്ങുന്നില്ല. ഞാൻ രംഗത്തിറങ്ങും. അവൻ എവിടെ വെച്ച് കണ്ടാലും കാരണം ഓടിച്ചാൽ പൊളിക്കും. മനസ്സിലായ? കാരണം കൈയും കാലും തല്ലി ഓടിക്കാനാണ് ഈ പ്ലാന്. മനസ്സിലായ? ഞാനായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്യിപ്പിക്കും. കാരണം ഇതിന് എനിക്ക് വേണ്ടിയല്ല, മലയാള സിനിമയ്ക്ക് വേണ്ടി ഞാൻ അവനെ തല്ലും. കാരണം എനിക്ക് മലയാള സിനിമയിൽ ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്റെ മാറ്റർ അല്ല. കാരണം ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് മലയാള സിനിമ കൊണ്ടാണ്. അത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് പല ഡിപ്രഷൻ സ്റ്റേജുകളിലും എനിക്ക് സന്തോഷം കിട്ടിയത് സിനിമ കണ്ടിട്ടാ. അപ്പൊ അതുകൊണ്ട് സിനിമാക്കാരോടുള്ള നന്ദിയുണ്ട്. മനസ്സിലായ? അല്ലാണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ആരുടെ മുന്നിൽ തെണ്ടാൻ ഞാൻ പോയിട്ടില്ല, ആരുടെ മുന്നിൽ യാചിക്കാനും ഞാൻ പോയിട്ടില്ല. പക്ഷെ സിനിമ എന്നുള്ളത് എന്ന് വെച്ചാൽ എന്റെ ചോറാണ്. കാരണം കഴിഞ്ഞ 9 വർഷം മുന്നേ വരെ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ചിത്രങ്ങളിൽ ഡയലോഗ്സ് പറഞ്ഞ് അഭിനയിച്ചെങ്കിലും ബാഡ് ബോയ്സ് ആണ് പുറത്തിറങ്ങിയത്. ഇനി 2-3 ഇറങ്ങാനുണ്ട്. ആ സാഹചര്യത്തിൽ സിനിമാക്കാരെ അങ്ങനെയുള്ളത് കൊണ്ട് മാത്രം കൂടെ നിൽക്കണമല്ല, പക്ഷെ സിനിമ എന്റെ ചോറാണ്, അത് ഞാൻ കൊണ്ടിട്ടേ പോവുള്ളൂ എപ്പോഴാണെങ്കിലും. അപ്പോ സന്തോഷ് വർക്കി എന്നവൻ സിനിമയെ പറ്റി പറയാനും സിനിമ നടന്മാരെ പറ്റി നടിമാരെ പറ്റിയും നടിമാരെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുന്നതൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ടാലും സന്തോഷ് വർക്കി കാരണം അടിച്ച് പൊളിക്കും, കൈയും കാര്യം തല്ലി ഒടിക്കാനാണ് പ്ലാൻ. അവനെ കണ്ടുകഴിഞ്ഞാൽ 2 ഇടിക്കാണ്ട് ഇടിക്കണം, ഡബിൾ പഞ്ചടി, മനസ്സിലായ? ടർബോ ഇടി, മനസ്സിലായ? അവനിട്ട് കൊടുക്കണം. കാരണം ഞാൻ ഒരിക്കലും ഒരു കോമാളിയല്ല, പലപ്പോഴും എന്റെ വയലൻസ് മാറ്റി വെച്ചതാണ്. കാരണം എനിക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു ചോറാണ്. അതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്ന നിലയിലും അവരെല്ലാം പേഴ്സണലി എനിക്ക് അറിയാവുന്ന നിലയിലും ഇത് ഒരിക്കലും സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടി എനിക്ക് പറയുന്നതല്ല. എനിക്ക് ചാൻസ് കിട്ടാൻ വേണ്ടി ഒരിക്കലും ഞാൻ ആരുടെയും പുറകെ പോയിട്ടില്ല. ഇത് വീഡിയോ ചെയ്യുന്നത് പറഞ്ഞ് പുള്ളിയെ തല്ലിയാലും എനിക്ക് ചാൻസ് കിട്ടാൻ പോണില്ല. മനസ്സിലായ? അപ്പൊ ഇത് എനിക്ക് എന്റെ ഒരു നിഗമനമാണ്. സന്തോഷ് വർക്കി എന്നവൻ സിനിമ നടന്മാരെ പറ്റി പറയുന്നത് ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ചോക്ലേറ്റ് ആണെങ്കിലും ഇപ്പൊ ദിലീപേട്ടന്റെ മീശ മാധവനാണെങ്കിലും CD മോസ് ആണെങ്കിലും ലാലേട്ടന്റെ 8 മണി ആണെങ്കിലും മമ്മൂക്കന്റെ റാസ്കലാണെങ്കിലും ഇഷ്ടപ്പെട്ട സിനിമകളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു നടന്മാരെ സന്തോഷ് വർക്കി എന്നവൻ മോശമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ എനിക്കെതിരെയും പറയുന്നു. അപ്പൊ മൊത്തത്തിൽ അവനൊരു തല്ല് ആവശ്യമാണ്. സന്തോഷ് വർക്കിയെ ഞാൻ അടിക്കും. മനസ്സിലായ? ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ചിലപ്പോ എന്റെ കൂടെ ചിലപ്പോ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകാം, ബോയ് ഫ്രണ്ട്സ് ഉണ്ടാകാം. ആരെ കൂട്ടിയാണെങ്കിലും ഞാൻ വന്ന് അവനെ തല്ലിയിരിക്കും. അവന് എറണാകുളത്ത് എവിടെ ഉണ്ടെങ്കിലും അവനിട്ടിട്ട് 2 പൊട്ടിച്ചിരിക്കും. കഴിഞ്ഞ ദിവസം അവന് ഒരു പരിപാടിക്ക് അപ്പൊ എന്റെയിലേക്ക് പൈസ അയച്ചൊന്നുമില്ല, കല്യാണ പരിപാടിക്ക് പോയിട്ട്. അപ്പൊ തന്നെ അവനിട്ട് നല്ല നമ്മൾ ഓർത്താ. മനസ്സിലായ? എന്തായാലും മലയാള സിനിമയ്ക്ക് വേണ്ടി സന്തോഷ് വർക്കിയെ ഞാൻ തല്ലാൻ പോണ ഇന്ന്. താങ്ക് യു. സന്തോഷ് വർക്കിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക, സമരം ചെയ്യുക. സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. അപ്പോ മലയാള സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. മലയാള സിനിമയിലെ നടന്മാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അലിൻ ജോസ് പെരേരയാണ്. എന്നെ അറിയാത്ത മലയാളികളില്ല, എന്നെ അറിയാത്ത സിനിമാ താരങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമാ നടന്മാരെ പറ്റി മോശമായിട്ട് എഴുതുന്ന സന്തോഷ് വർക്കി എന്ന ആളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക, റിപ്പോർട്ട് ചെയ്യുക, പിന്നെ ഫോൺ പിടിച്ചു വെക്കുക എന്നാണ് ചെയ്യേണ്ടത്. കാരണം പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അറസ്റ്റ് കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവും. അത് വേണമെന്നില്ല. പക്ഷെ സന്തോഷ് വർക്കിയുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുക എന്നാണ് എനിക്ക് പോലീസ് മേധാവിനോട് പറയാനുള്ളത്. കാരണം മലയാള നടന്മാരെ പറ്റിയും സാധാരണക്കാരെ പറ്റിയും മോശമായിട്ട് ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരാളെ ക്രിറ്റിക്കിനെ ഒന്നെങ്കിൽ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോണുകൾ മേടിച്ചെടുക്കുക, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക. അതാണ് ചെയ്യേണ്ടത്. അത് എന്തോരമാണ് സഹിക്കേണ്ടത്. കാരണം അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അവരെന്റെ ഏട്ടന്മാരാണ് മലയാള സിനിമയിൽ നടന്മാര്. കാരണം ഞാൻ എനിക്ക് വലിയ രീതിയിൽ പദവി കിട്ടിയിട്ടില്ലെങ്കിലും പോലും സിനിമയിൽ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. സിനിമകൾ കണ്ടാണ് എന്റെ ഡിപ്രഷനൊക്കെ മാറിയത്. അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടിയത് മലയാള സിനിമ കണ്ടാണ്. മമ്മൂട്ടിയുടെയും ലാലേട്ടന്റെയും ദിലീപേട്ടന്റെയും സിനിമ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോ അവരെ പറ്റി മോശമായിട്ട് ഇവൻ പറയുന്നു, സന്തോഷ് വർക്കി എന്നവൻ പറയുന്നു. എന്ത് ചെറ്റത്തരവൻ പറയുന്നു? കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര നാളെ നിൽക്കുന്ന ജനങ്ങള്.
പ്രതികരിച്ചൂടെ? സീക്രട്ടറി തനിക്ക് പ്രതികരിച്ചൂടെ? തൊപ്പി തനിക്ക് പ്രതികരിച്ചൂടെ? ഒരു അവന്മാരും പ്രതികരിക്കില്ല. ഞാൻ പ്രതികരിക്കും. കാരണം ഞാൻ സിനിമാക്കാരുടെ ചോറ് നിന്നിട്ടുണ്ട്, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുക ഒന്നെങ്കിൽ. കാരണം ഇവര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന കാണുന്നില്ല ആരും. കാരണം നമ്മളൊരു പരാതി കൊടുക്കാൻ പോകുന്നുണ്ട്. ഇന്നൊരാള് മലയാള സിനിമ നടന്മാരെ പറ്റി ഫേസ്ബുക്കിൽ എഴുതിയിടുന്നു, മനസ്സിലായ? നമുക്കത് കണ്ടില്ല കേട്ടില്ല നോക്കാൻ പറ്റില്ല, മനസ്സിലായോ? താങ്ക് യു. ഞാൻ അതിനെപ്പറ്റി പരാതി കൊടുക്കുകയും ചെയ്യും, പുള്ളിക്കിട്ട് രണ്ടെണ്ണം കൊട്ടിക്കുകയും ചെയ്യും. താങ്ക് യു. കാരണം എനിക്ക് ഇഷ്ടമുള്ള നടന്മാരാ ദിലീപേട്ടനും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ. അവരെ പറ്റിയാണ് അവൻ പറയണത് പോയിന്റുകൾ. അവനെ ഇനി പറയാൻ പോയിന്റുകൾ ചെയ്താലായിട്ട് അവന് നാക്കുണ്ടാവില്ല. അത് ചെയ്യേണ്ടത്.